വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തി. അർജുൻ രാജുണ്ട്. അർജുൻ, അഫാന്റെ പിതാവ് നാട്ടിലെത്തിയല്ലേ? അതിര തീർച്ചയായും അല്പസമയം മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അബ്ദുൾ റഹീം എത്തിയത്. അല്പസമയത്തിനകം ഈ വിമാനത്താവളം അദ്ദേഹം പുറത്തിറങ്ങും. ഈ നാട്ടുകാരും ഒപ്പം തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള ചില ആളുകൾ അബ്ദുൾ റഹീമിനെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയിട്ടുണ്ട്. ഇന്നലെ 12 കൂടിയാണ് ദമാമിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ DK മുരളി MLA, AA റഹീം MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് നടത്തിയ ഒരു ഇടപെടലിന്റെ ബാക്കിയായാണ് അവിടെ ചില പ്രവാസികൾ ചേർന്ന് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തിയത്. അദ്ദേഹത്തിന്റെ യാത്രാരേഖകളൊക്കെ അവർ തയ്യാറാക്കി ശരിയാക്കി കൊടുത്ത് കുറെ പണം കെട്ടിവെക്കാനുണ്ടായിരുന്ന ആ തുക നൽകി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമായിരുന്നു അത്. ഈ കൂട്ടക്കൊലയ്ക്കടക്കം കാരണമായി എന്ന തരത്തിൽ ഈ പ്രതി മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വരവ്. നേരെ വെഞ്ഞാറമൂട്ടിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യം ഈ DK മുരളി MLA ഉൾപ്പെടെയുള്ളവരെ കാണും. അതിനുശേഷം ഇവരുടെ ഭാര്യ ആശുപത്രിയിൽ കഴിയുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകും. മറ്റ് പോലീസിന് നടപടികൾ ഇന്നല്ലെങ്കിൽ നാളെയായിരിക്കും ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ വിശദമായിട്ടുള്ള ഒരു മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഈ പ്രതിയായിട്ടുള്ള മകൻ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു തീവ്രത എത്രയാണ്, എത്ര വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്, അത് ഈ മകന് ബാധ്യതയാകുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഈ പിതാവിൽ നിന്ന് ചോദിച്ചറിയും. വലിയ മാനസികമായിട്ടുള്ള ഒരു ആഘാതത്തിലൂടെയാണ് പിതാവ് കടന്നു പോകുന്നത്. നേരത്തെ തന്നെ മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം മകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ ഘട്ടത്തിൽ പോലും നാട്ടിലേക്ക് എത്താൻ കഴിയാത്തതിന്റെ ഒരു സങ്കടം അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് പിന്നീട് സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് സാധ്യമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം സൗദിയിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ ആദ്യം ദമാമിൽ ഒരു കട ആണ് നടത്തിയിരുന്നത്. സ്വന്തമായി ഉണ്ടായിരുന്ന കടയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നൊരു ഘട്ടത്തിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. പലതരത്തിൽ കടം വാങ്ങിയും ഒക്കെ ഈ സാമ്പത്തിക ബാധ്യത കൂടി. അതിനുശേഷം റിയാദിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അവിടെ ഒരു താൽക്കാലികമായ ഒരു കടയിൽ ജോലി നോക്കി വരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം ആ പിതാവിന് നേരിടേണ്ടി വന്നത്. അതിന് ഈ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കൂടി കാരണമായെന്ന തരത്തിലാണ് ഈ മകൻ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമായിട്ടുണ്ട്. അതിന് അവിടെ വിദേശത്തുള്ള പ്രവാസികൾ ഉൾപ്പെടെ അത് സാധ്യമാക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ യാത്രാരേഖകളൊക്കെ ശരിയാക്കിയാണ് ഇപ്പോൾ നാട്ടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ അബ്ദുൾ റഹീം പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം വെഞ്ഞാറമൂട്ടിലേക്ക് പോയി ബന്ധുക്കളെയൊക്കെ കാണാനുള്ളൊരു സാധ്യതയാണ് ആദ്യമുള്ളത്. അതിനുശേഷമായിരിക്കും പോലീസിന്റെ നടപടികളോടുള്ള ഒരു സഹകരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അബ്ദുൾ റഹീം പോവുക. അതിര. എന്നാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഫാന്റെ പിതാവ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ പിതാവിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ്, അത് വീട്ടാൻ സാധിക്കാതെ വന്നത് മൂലമാണ് തനിക്ക് ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെയാണ് അഫാന്റെ മൊഴി. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ്.